ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീദാനം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ. ആത്മീയവാടിയിൽ ആനന്ദ സിന്ധുവിൽ ആറാടി വന്നൊരു കളഹംസമേ, ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 191 ഗുരുദേവൻ പളനിയിൽ. ഭാഗം 191 ഗുരുദേവൻ പളനിയിൽ ഇവിടെ ആരംഭിക്കുന്നു. മലയാള വർഷം 1090 മേടമാസത്തിൽ ഗുരുദേവൻ പളനി ക്ഷേത്രത്തിലേക്ക് പോവുകയുണ്ടായി. ചൈതന്യസ്വാമിയും മറ്റു ചില ഭക്തന്മാരും ഒപ്പമുണ്ടായിരുന്നു. പളനിയിൽ എത്തിച്ചേർന്ന ഗുരുദേവൻ മലയാടിവാരത്തുള്ള മീനാക്ഷി അമ്മൻ മണ്ഡപത്തിൽ കയറിയിരുന്നു. ആ വിവരമറിഞ്ഞ് ക്ഷേത്രത്തിലെ ഒരു പ്രധാനി വന്ന് ഗുരുദേവനെ ക്ഷണിച്ചുകൊണ്ടുപോയി. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള കാളവാഹന മണ്ഡപത്തിൽ പ്രത്യേകം പീഠമിട്ട് ഇരുത്തി. ഉടനെ ക്ഷേത്രം ഭരണക്കാർ അവിടെ എത്തി പഞ്ചാമൃതവും മറ്റും നൽകി ഗുരുദേവനെ സൽക്കരിച്ചു. അന്ന് പളനിയിലെ ശരവണപ്പൊയ്ക എന്ന ജലാശയം ശുദ്ധി ചെയ്ത് പുനരുദ്ധരിച്ചതിൻ്റെ അഭിഷേകം നടന്നുകൊണ്ടിരുന്ന ദിവസമായിരുന്നു. അതിനാൽ കാവടി അഭിഷേകങ്ങളും ഭക്തജനങ്ങളും നിയന്ത്രിക്കാനാവാത്ത വിധം ക്ഷേത്രത്തിൽ വന്നു ചേർന്നിരുന്നു. ദീപാരാധനയ്ക്ക് സമയമായപ്പോൾ ജനബാഹുല്യം പിന്നെയും വർദ്ധിക്കുകയുണ്ടായി. ക്ഷേത്രം ഭാരവാഹികൾ വളരെ പണിപ്പെട്ട് ജനങ്ങളെ ഒഴിച്ചു നിർത്തി ഒരു വഴിയുണ്ടാക്കി. എന്നിട്ട് അതുവഴി ഗുരുദേവനെ ക്ഷേത്രനടയിലേക്ക് ആനയിച്ചു. ദീപാരാധന കാണുവാൻ ഗുരുവിന് പ്രത്യേകം സൗകര്യമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ സുബ്രഹ്മണ്യന് ചാർത്തിയിരുന്ന വലിയൊരു ഹാരമെടുത്ത് ഭാരവാഹികൾ ഗുരുദേവനെ അണിയിച്ചു ആദരവ് പ്രകടിപ്പിച്ചു. കൂടാതെ ഗുരുവിൻ്റെ തിരുമേനിയിൽ കളഭം പൂശുകയും ചെയ്തു. അപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാന്റെ വിഗ്രഹം അതേപടി കാണണമെന്നുള്ള ഒരാഗ്രഹം ഗുരുദേവൻ പ്രകടിപ്പിച്ചു. സാധാരണ നിലയിൽ സാധിപ്പാൻ കഴിയാത്തതായ ആ ആഗ്രഹം അപ്പോൾ തന്നെ അവർ സാധ്യമാക്കി. എല്ലാ അലങ്കാരങ്ങളും ഉടയാടകളും പുഷ്പങ്ങളും ഹാരങ്ങളും എടുത്തുമാറ്റി സുബ്രഹ്മണ്യ വിഗ്രഹത്തെ അതിൻ്റെ തനിമയോടെ കാണിച്ചു കൊടുത്തു. അത് ദർശിച്ച് അരമണിക്കൂറോളം ഗുരുദേവൻ ഒരേ നിലയിൽ നിൽക്കുകയുണ്ടായി. അതിൽ പിന്നെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ഭോഗരുടെ സമാധിസ്ഥാനത്തെത്തി. അവിടെ വേണ്ടത്ര ശുചിത്വമില്ലായിരുന്നു. അവിടുത്തെ പൂജയ്ക്ക് നിവേദ്യ വസ്തുക്കളായി മദ്യവും മാംസവും സ്വീകരിക്കാറുണ്ടായിരുന്നു. ആയിടെ അവിടം സന്ദർശിച്ചിരുന്ന ഒരു ശങ്കരാചാര്യ സ്വാമികൾ അതിനെ ആക്ഷേപിക്കാത്തതിൽ ഗുരുദേവൻ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. ക്ഷേത്രസ്ഥലത്ത് തുപ്പാനും മറ്റും ഇടം കൊടുക്കാത്ത വിധം ശുദ്ധിയോടെ അവിടം പരിപാലിക്കണമെന്ന് ഗുരുദേവൻ ക്ഷേത്രക്കാരോട് പറഞ്ഞു. ഇവിടെ ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു കൂടെയോ? ഗുരുദേവൻ ചോദിച്ചു. സ്വാമികൾ 6 മാസം ഇവിടെ ഇരുന്നാൽ അതിന് സാധിക്കും, ഒരു ഭാരവാഹി പറഞ്ഞു. അത് കേട്ട് ഗുരുദേവൻ മന്ദഹസിച്ചു. പിന്നീട് തിരുവടിയാങ്കോവിൽ സന്ദർശിക്കുന്നതിനായി പുറപ്പെട്ടു.
ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ. ശിരസു നമിച്ചു ഞാൻ തൊഴുന്നേൻ പാവന ശിവഗിരി ചൂടിയ പാദങ്ങൾ, ശിവഗിരി ചൂടിയ പാദങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 191 ഗുരുദേവൻ പളനിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.